ശ്രീ നന്ദകുമാർ, ആദ്യം താങ്കളിലേക്ക് തന്നെ പോകുന്നു. വേടന്റെ പാട്ടുകൾ അടക്കം വലിയ തോതിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ആ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവർ, അതിന് പിന്നാലെ പോകുന്നവർ ഒന്നോ രണ്ടോ അല്ല, അത് പതിനായിരക്കണക്കിനാണ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനതയെ അത് സ്വാധീനിക്കുന്നു എന്നത് വസ്തുതയാണ്. അത്തരം നേർക്കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ വേദികളിൽ നിന്ന് കണ്ടെടുക്കാനും സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികൾ തീഷ്ണമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം ഏറെ പരിതാപകരമായിരുന്നു. അതിൽ നിന്നുള്ള ഉയിർപ്പാണ് വേടൻ്റേത് എന്ന മട്ടിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരാളുടെ ഗാനം ആണിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകുന്നത്. വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പാഠമാണോ വേടൻ്റെ പാട്ട്? അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പാഠപുസ്തകങ്ങളിലെ പാഠ്യപദ്ധതിയിലെ കവിതകൾ ഉൾപ്പെടുത്തുന്നതില് ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് മുൻകാലങ്ങളിൽ തന്നെയുള്ള കവികളുടെ രചനകളെ സംബന്ധിച്ചൊക്കെ അറിയാം. ഈ കവിതകളൊക്കെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനപ്രകാരമാണ്. അപ്പോ നമ്മുടെ കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസില് അതിലിരിക്കുന്ന ആളുകളുടെ താല്പര്യപ്രകാരമുള്ള രചനകളാണ് അവർ സാധാരണ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന സംഗതികള് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നതാണോ, വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായിട്ട് പരിവർത്തനത്തിന് ഉതകുന്നതാണോ, ഇത്യാദി ചർച്ചകൾ പലപ്പോഴും വരാറില്ല. കാരണം എനിക്കറിയാവുന്ന ഒരു 8-10 വർഷത്തിന് മുമ്പായിട്ട് ഗോട്ടിമലയിൽ ഉണ്ടായിരുന്ന അവിടത്തെ തടവറയിൽ കിടക്കുന്ന ഒരു തീവ്രവാദിയായിട്ടുള്ള ആളുടെ കവിത അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ അത് ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അവിടെ വളരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അമേരിക്ക തടവുകാരനായി സ്വീകരിച്ച് ഗോട്ടിമലയിൽ ക്യൂബിക്കടുത്തുള്ള സ്ഥലമാണ് ആ ദ്വീപ്. ആ ദ്വീപിൽ പ്രവേശിക്കപ്പെട്ട ഒരു തീവ്രവാദിയായിരിക്കുന്ന ആളുടെ കവിത അത് ഇതിനു മുമ്പ് ഇവിടെ പ്രസിദ്ധീകരിച്ച് ഇവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് പിൻവലിക്കുകയായിരുന്നു. അപ്പൊ അത്തരം ഒരു വലിയൊരു പാരമ്പര്യമാണ് നമ്മുടെ കോഴിക്കോട് സർവകലാശാലയെ സംബന്ധിച്ചുള്ളത്. താങ്കൾ പറയുന്ന കവിത പിന്നീട് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. അല്ല, കവിതകൾ പിൻവലിക്കുകയും കവിതകൾ ചേർക്കുകയും ചെയ്യുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ള ആളുകള് കുറച്ചുകൂടി വിവരത്തോടുകൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് ആരുടെ കവിതകൾ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഏത് കവിതകൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കവിതകളെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 90-ലധികം വരുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ളത്. ഈ പറയുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസില്, പ്രത്യേകിച്ച് മലയാള വിഭാഗത്തിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസില് ആ മലയാള ഭാഷയുടെ എക്സ്പെർട്സ് ആയിരിക്കുന്ന ആരൊക്കെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അവര് ഇത്തരം കവിതകൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിരിക്കുന്ന കവിതകള് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നവർക്ക് ബോധ്യപ്പെട്ടാല് ആ ബോധ്യപ്പെടുന്ന കവിതകൾ പഠിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ കവിതകളെ സംബന്ധിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടോ എന്നുള്ള വസ്തുതയാണ് അവർ ആദ്യം ഇതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തേണ്ടത്. അവരിതിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇപ്പൊ നമ്മള് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടോ, ചിന്തകന്മാരായിരിക്കുന്ന ആളുകളുണ്ടോ, മലയാള ഭാഷയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരുണ്ടോ? എനിക്കറിയാവുന്ന കോഴിക്കോട് പണ്ടുണ്ടായിരുന്ന പലരും അവര് മലയാള പുസ്തകങ്ങൾ പോലും വായിക്കാത്തവരാണ് അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നത്. സാമാന്യേന നിലവാരം കുറഞ്ഞ ആളുകളായിരുന്നു പലപ്പോഴും കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതായത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം സിലബസുകൾ തയ്യാറാക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് വിവരമില്ലാത്തവര് ധാരാളം ബോർഡ് സ്റ്റഡീസിൽ കയറി കൂടിയിരിക്കുന്നു. അവരാണ് പലപ്പോഴും ഈ സിലബസ് ഇറക്കുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഈ വേടന്റെ പാട്ടുകൾ ഈ സിലബസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത് ഒരു വിവരമില്ലായ്മയായാണോ താങ്കൾ കാണുന്നത്? അല്ല, എനിക്ക് അങ്ങനെ പറയാൻ സാധ്യത. ഞാൻ ഈ കവിത കേട്ടിട്ടില്ല. ഒരു കവിത നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കവിത ചേർക്കാം. പക്ഷേ സാധാരണ നിലയ്ക്ക് പലപ്പോഴും നമ്മുടെ കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞവരുടെ ഒരു സംവിധാനമാണത്. അതിനകത്ത് വേണ്ടത്ര ഈ സബ്ജക്ട് എക്സ്പെർട്സ് ഇല്ല എന്നാണ് പലപ്പോഴും ഞാൻ. ശ്രീ നന്ദകുമാർ, താങ്കൾ പറയുന്നത് പോലെ ഒരു കവിത അല്ലെങ്കിൽ ഒരു രചന ഈ സിലബസിന്റെ ഭാഗമാകുമ്പോൾ ആ രചന എന്നത് മാത്രമാണോ ഘടകമാകുന്നത്? അത് ആരുടെ രചന എന്നത് ഘടകമാക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്?
എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഈ കണ്ടന്റ് ഇവിടുത്തെ തലമുറയ്ക്ക്, ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അവർക്ക് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ പല ബോർഡ് ഓഫ് സ്റ്റഡീസും നിലവാരം കുറഞ്ഞവരാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഏകദേശം 50 ലക്ഷത്തിൽ പരുന്ന വിദ്യാർത്ഥികള് അന്യ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഗതികേട് സംഭവിച്ചത് ഇവരുടെ പിടിപ്പുകേടിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ നിലവാരത്തില് നമ്മൾ കേരളം വളരെ വളരെ പിന്നിലാണ്. ഒരു സമയത്ത് 1960-കളില് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഒരു സമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കേരളത്തിന്റെ സ്ഥാനം 23-ാമത്തെ സ്ഥാനമാണ്. അങ്ങനെ ആക്കി തീർത്തതില് ഇവിടുത്തെ വൈസ് ചാൻസലർമാർക്ക് പങ്കുണ്ട്, ഇവിടുത്തെ അധ്യാപകർക്ക് പങ്കുണ്ട്, ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്. ഇതേപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 23-ാം സ്ഥാനം എന്നത് താങ്കൾ ആധികാരികമായി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? അയ്യോ, തീർച്ചയായിട്ടും. അത് നിങ്ങൾ വളരെ സംശയം ഉണ്ടെങ്കിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MAV പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ല ഇത്. ശരി 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 ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, അതാണ് ഇവിടെ തീർച്ചയായും ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഈ സിലബസ് ഒക്കെ നിശ്ചയിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് വേടൻ എന്നുള്ളത്.